എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഗോതമ്പ് പൊടിയും മുട്ടയും വെച്ചുണ്ടാക്കാവുന്ന ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരമാണിത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 1.5 ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 1/4 സ്പൂണ് ഞാൻ ഈസ്റ്റ് എടുത്തിട്ടുണ്ട്. ഈസ്റ്റും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഇതിനകത്തോട്ട് 1 സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് ഒരു 1/4 കപ്പ് ചെറിയ ഇളം ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. ഇനി ഞാൻ ഇതിനകത്തോട്ട് ഗോതമ്പ് പൊടിക്കകത്തോട്ട് ചേർക്കുന്നത് ഇതിനാവശ്യമായ ഉപ്പാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റും കൂടെ ആ ഒരു വെള്ളം കൂടെ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് ഇളം ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് നമുക്കിത് ചപ്പാത്തിയുടെയൊക്കെ അതിനെക്കാട്ടിൽ ഇച്ചിരിയും കൂടെ മയത്തിൽ നമുക്ക് ഒന്ന് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടിപ്പോകലും ആ ഒരു പരുവത്തിന് ചപ്പാത്തി മാവിനെക്കാട്ടിൽ കുറച്ചും കൂടെ ലൂസായിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ ഈ മാവ് കുഴയ്ക്കുന്നതിനോടൊപ്പം തന്നെ ഇതിനകത്തോട്ട് 1 സ്പൂണ് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ ഇവിടെ മാവെല്ലാം നല്ലതുപോലെ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് എണ്ണയും കൂടെ ഒന്ന് തടവി കൊടുത്ത് ഇതൊരു 1 മണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഈ ഒരു പലഹാരത്തിന് ആവശ്യമായ ഒരു ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ എടുത്ത് വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് ഒരു 2 സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിനകത്തോട്ട് 1 സ്പൂണ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും അതിനോടൊപ്പം തന്നെ 3-4 അല്ലി വെളുത്തുള്ളിയും കൂടെ ഇട്ട് കൊടുത്തു. ഒപ്പം തന്നെ ഇതിനകത്തോട്ട് 2 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം ഇനി ഞാൻ ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു മീഡിയം വലുപ്പത്തിലുള്ള 2 സവാളയാണ്. ആ 2 സവാളയും കൂടെ ഇതിനകത്തോട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇവിടെ ഇപ്പം സവാള നമുക്ക് പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടാൻ വേണ്ടി നമ്മൾ ഇതിനാവശ്യമായ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് സവാള ഇളക്കി നല്ലതുപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പം സവാളയെല്ലാം നല്ലതുപോലെ വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഞാൻ അതിനകത്തോട്ട് മസാലകൾ ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു 1.5 സ്പൂണോളം കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിനോടൊപ്പം തന്നെ 1 സ്പൂണ് മല്ലിപ്പൊടി, 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 സ്പൂണ് കുരുമുളക് പൊടി. അത് കുരുമുളക് പൊടി നമ്മുടെ എരിവിൻ്റെ അനുസരിച്ച് എടുക്കാവുന്നതാണ്. അതിനോടൊപ്പം തന്നെ 1/2 സ്പൂണ് ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് ഈ പൊടിയുടെയൊക്കെ ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിനകത്തോട്ട് ചേർക്കുന്നത് ഒരു ചെറിയ സൈസ് തക്കാളിയാണ്. തക്കാളിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് നല്ലതുപോലെ തക്കാളിയും കൂടെ ഒന്ന് ഉടഞ്ഞ് അരതണം വരെ നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കാം. ഇവിടെ ഇപ്പം തക്കാളിയെല്ലാം നല്ലതുപോലെ വഴറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു മസാലയ്ക്ക് ആവശ്യമായ കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതിനുശേഷം ഇതിനകത്തോട്ട് ഇടാൻ വേണ്ടി ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ആ 3 മുട്ട ചെറുതായിട്ടായിരുന്നു നമുക്ക് ഈ മസാലയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് ഒന്ന് ഒത്തിരി അങ്ങ് ഉടഞ്ഞ് ചേരാത്ത വിധം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇനി നമ്മൾ നേരത്തെ കുഴച്ച് വെച്ചിരുന്ന മാവ് എന്തുവായെന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെ ഇപ്പം മാവ് നല്ലതുപോലെയൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട്. 1 മണിക്കൂർ വെച്ചാൽ മതി, നല്ലതുപോലെ പൊങ്ങി വന്നോളും. നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമുക്ക് ചെറിയ ബോളുകളാക്കി ഉരുട്ടിയെടുക്കാം. ചെറിയ ബൗളുകളാക്കി നമ്മൾ ഉരുട്ടിയെടുത്തിട്ട് അത്രയ്ക്ക് അങ്ങ് ചെറുതാകലും നമ്മൾ കുഴക്കട്ടയ്ക്കൊക്കെ ആ ഒരു പരുവത്തിന് ഉരുട്ടിയെടുത്ത് നടുഭാഗം ഒന്ന് കുഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മസാലക്കൂട്ടും കൂടെ ഇതിനകത്തോട്ട്
ചേർത്ത് നമുക്കിത് നല്ലോണം ഒന്ന് പുരട്ടിയെടുക്കാം. അങ്ങനെ മാവ് നല്ലതുപോലെ ആ ഫില്ലിംഗ് ഒന്ന് പുറത്ത് പോകാത്ത രീതിയിൽ നല്ലതുപോലെ ഇതുപോലൊന്ന് പുരട്ടിയെടുത്ത് നമുക്ക് വേറെ പ്ലേറ്റിലോട്ട് മാറ്റി വെക്കാം. ബാക്കിയുള്ള മാവും കൂടെ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. അങ്ങനെ ഇവിടെ നമ്മൾ എല്ലാം ബോളാക്കി ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അത് ചൂടായിട്ടുണ്ട്. അതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ഒന്ന് ചൂടാകട്ടെ. വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഓരോന്നോരോന്നിനകത്തോട്ട് ഇട്ട് കൊടുക്കാനായിട്ട്. കാരണം നല്ല തീയിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് പെട്ടെന്ന് അങ്ങ് പുറഭാഗം അങ്ങ് നല്ലോണം അങ്ങ് കരിഞ്ഞു പോകും. അതുകൊണ്ട് കുറഞ്ഞ തീയിലിട്ട് നമുക്കിതൊന്ന് നല്ലതുപോലെ ഒന്ന് മുപ്പിച്ചെടുക്കാം. ഇവിടെ ഇപ്പം ഇതിൻ്റെ ഒരു കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറൊക്കെ ആയിട്ടുണ്ട്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതൊന്ന് കോരി മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അങ്ങനെ ഗോതമ്പ് പൊടി വെച്ച് മുട്ട വെച്ച് ഉണ്ടാക്കാവുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള മസാല ബൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്നെ കമൻറ്റായിട്ട് അറിയിക്കുകയും വേണം. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ ഉടൻ വരുന്നതായിരിക്കും.